ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. 2025 ജൂലൈയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. LBS ആണ് സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ പരീക്ഷ എഴുതുന്നവർക്ക് എങ്ങനെ സെറ്റിന് അപേക്ഷിക്കാം എന്നൊക്കെയാണ് ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. അതേപോലെ തന്നെ ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ സെറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ PG BEd ആണ് നമ്മുടെ സെറ്റ് പരീക്ഷയുടെ യോഗ്യതയായിട്ട് പറയുന്നത്. ചില പരീക്ഷകൾക്ക് സെറ്റിന് BEdൻ്റെ ആവശ്യവുമില്ല. കൊമേഴ്സ്, ആന്ത്രപ്പോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ഇവയിലൊക്കെ പരീക്ഷ ചെയ്യുന്നവർക്ക് BEdൻ്റെ ആവശ്യമില്ല. അത് തന്നെ കൊമേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെറ്റ് എഴുതുന്നത്. അപ്പോൾ ഇവർക്കൊന്നും BEdൻ്റെ ആവശ്യമില്ല, PG ചെയ്താൽ മതി. PG ചെയ്യുന്നത് തന്നെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിരിക്കണം. അതായത് തേർഡ് സെമ്മിൽ ഉള്ള ആൾക്കാർക്ക് പരീക്ഷ എഴുതാം. ഫസ്റ്റ് സെമിസ്റ്ററിലോ സെക്കൻഡ് സെമിസ്റ്ററിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലോ പഠിക്കുന്ന ഒരാളും സെറ്റിന് അപേക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാലും ഇൻ കേസ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും അത് ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ PG കംപ്ലീറ്റ് ചെയ്തിട്ട് BEd പഠിക്കുന്ന ഒരാളാണെങ്കിൽ BEdൻ്റെ തേർഡ് സെമിസ്റ്ററിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ഇതല്ല BEd ആദ്യം ചെയ്തു അതിനുശേഷം PG ചെയ്യുന്ന ഒരാളാണെങ്കിലും PGയുടെ തേർഡ് സെമിസ്റ്റർ മുതൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ടല്ലോ, കൊമേഴ്സ്, ഗാന്ധിയൻ സ്റ്റഡീസൊക്കെ, അവർക്ക് PG മാത്രം മതി, BEdൻ്റെ ആവശ്യമില്ല. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് പറയാം. അപേക്ഷിക്കുന്നവർ അവരവരുടെ മൊബൈൽ നമ്പർ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു മൊബൈൽ നമ്പറിൽ ഒരു തവണ മാത്രമേ സെറ്റിന് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിലാണ് നിങ്ങളുടെ ആക്സസ് കീയും കാര്യങ്ങളൊക്കെ വരിക. ഒരാളുടെ നമ്പർ വെച്ചിട്ട് ഒറ്റ തവണ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവനവൻ്റെ നമ്പർ വെച്ചിട്ട് തന്നെ അപേക്ഷിക്കാൻ. നിങ്ങളിപ്പോൾ അക്ഷയ സെൻറ്ററിലോ ഒക്കെ പോയി ചെയ്യുകയാണെങ്കിൽ ആരുടെയെങ്കിലും നമ്പർ കൊടുത്തിട്ട് വരരുത്, സ്വന്തം നമ്പറിൽ തന്നെ ചെയ്യാം. LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അതിൻ്റെ ലിങ്ക്, ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. സെറ്റ് പരീക്ഷയ്ക്ക് 2 പേപ്പേഴ്സ് ഉണ്ട്. ഒന്ന് ജനറൽ പേപ്പറും 2 നമ്മുടെ ഇൻഡിവിജ്വൽ പേപ്പറുമാണ്. സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് അവരവരുടെ PG സബ്ജക്ട്സ് ആണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷാണ്, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, അങ്ങനെ. ജനറൽ പേപ്പർ എന്ന് പറയുന്നത് എല്ലാവരും ഈ പരീക്ഷ എഴുതുന്ന 30 വിഷയമുള്ള ആൾക്കാരും അറ്റൻഡ് ചെയ്യേണ്ട ഒരേ ഒരു സബ്ജക്റ്റാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. പേപ്പർ 1ഉം നമ്മൾ ക്ലിയർ ചെയ്യണം, പേപ്പർ 2ഉം ക്ലിയർ ചെയ്യണം. എന്നിട്ട് പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും മാർക്കുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 40% ഒക്കെ കിട്ടണം. അങ്ങനെയാണ് സെറ്റിൻ്റെ ഒരു ഇവാലുവേഷൻ രീതി വരുന്നത്. 120 ക്വസ്റ്റ്യൻസ് ഈച്ച് ആണ് വരുന്നത്. പേപ്പർ 1ൽ 120 ചോദ്യങ്ങൾ, പേപ്പർ 2ൽ 120 ചോദ്യങ്ങൾ, അങ്ങനെ ടോട്ടൽ 240 മാർക്കിൻ്റെ പരീക്ഷയാണ് സെറ്റിന്. സ്റ്റാറ്റിസ്റ്റിക്സിന് വരുന്നത് 80 ചോദ്യങ്ങളാണ് കേട്ടോ. ബാക്കി എല്ലാത്തിലും 120 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ നമ്മുടെ ജനറൽ കാറ്റഗറിയിൽ തന്നെ നോൺ ക്രിമിലിയർ എന്നുള്ളൊരു രീതി കൂടി വരുന്നുണ്ട്. അതായത് OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും നിങ്ങൾ നോൺ ക്രിമിലിയർ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ ഒരു മാർക്ക് റിലാക്സേഷൻ കിട്ടും, ഒരു റിസർവേഷൻ്റെ അണ്ടറിലേക്ക് നിങ്ങൾ വരും. അതല്ലെങ്കിൽ നിങ്ങൾ OBC വിഭാഗമാണെങ്കിൽ പോലും നിങ്ങൾ ജനറൽ കാറ്റഗറി എന്നുള്ള രീതിയിലാണ് പരീക്ഷ എഴുതാൻ വേണ്ടി പോവുക. ഈ നോൺ ക്രിമിലിയർ എന്ന് പറയുന്നത് സാമ്പത്തിക അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു റിസർവേഷനാണ്. അപ്പോൾ നിങ്ങളുടെ വാർഷിക വരുമാനം നോക്കിയിട്ട്, നിങ്ങളുടെ ഫാമിലിയുടെ വാർഷിക വരുമാനം നോക്കിയിട്ടാണ് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. നിങ്ങളുടെ പാരൻസിൻ്റെ വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെ ആണെങ്കിൽ നിങ്ങൾ നോൺ ക്രിമിലിയർ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷയിലൊരു റിലാക്സേഷൻ കിട്ടും. അപ്പം നിങ്ങൾ ആ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് 48%-ന് പകരം നിങ്ങൾക്ക് 42% നേടിയാൽ മതിയാകും. അപ്പോൾ ഈ കുറച്ച് മെനക്കേടാണ്, നമ്മൾ ഓഫീസിലൊക്കെ കയറി ഇറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകൾ നൽകുക. അതേപോലെ തന്നെ നോൺ ക്രിമിലിയർ അപേക്ഷിക്കുന്നതിന് ഡേറ്റ് ഉണ്ട്. സെറ്റ് എക്സാമിന് ഒരു ഡേറ്റ് നിർബന്ധമാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 29/4/2024, അതായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ 29-നും 31/5/2025 ഈ വർഷം മെയ് 31-നും ഇടയിലുള്ളതായിരിക്കണം നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്. ഓക്കെ,
29/4/2024 31/5/2025 ഇടയിലുള്ള നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ദെൻ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റും എടുത്തു വെക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുൻപ് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നോൺ ക്രീമിലിയർ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അത് വെച്ചിട്ട് നിങ്ങൾ ഇപ്രാവശ്യവും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കാരണം സെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സോ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ മുൻപ് എപ്പോഴെങ്കിലും എടുത്ത, അതായത് കഴിഞ്ഞ 2024 ഏപ്രിലിൽ എടുത്തതാണെങ്കിലും ഒറിജിനൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഈ ഡേറ്റ് ഓർത്ത് വെക്കുക, 29/4/2024, 31/5/2000. നമുക്ക് പി ജിക്ക് ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 50% ആണ് പി ജിയുടെ മാർക്ക് വേണ്ടത്. പി ജിക്ക് 50% മുകളിൽ മാർക്കുള്ളവർക്ക് മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി വരുന്നത്. ഇനി അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക. അതിൽ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ഡിഗ്രി ചെയ്തിട്ടുള്ളത്, PG ചെയ്തിട്ടുള്ളത്, BEd ചെയ്തിട്ടുള്ളത്, അതിന് എത്ര പെർസെൻറ്റേജ് മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിനുശേഷം ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഫോമും LBSൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ദെൻ മെയ് 28 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. സെറ്റ് എക്സാമിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 28 അപ്പോൾ റിസർവേഷൻ കാറ്റഗറിയിലും അതേപോലെ തന്നെ നോൺ ക്രിമിലിയറുള്ള ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പേപ്പേഴ്സ് ശരിയാക്കി എടുക്കുക. എന്നിട്ട് മെയ് 28 മുൻപായിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതാണ് ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ നമ്പർ. ഇതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ ജനറൽ പേപ്പറിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും കൊമേഴ്സ്, എക്കണോമിക്സ്, ബോട്ടണി, സുവോളജി, പൊളിറ്റിക്കൽ സയൻസ്, കെമിസ്ട്രി എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇത്രയും വിഷയങ്ങളുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ലൈഫ് ടൈം ആണ് വാലിഡിറ്റി വരുന്നത്. നിങ്ങൾ എപ്പോഴാണോ പരീക്ഷ ക്ലിയർ ചെയ്യുന്നത് അതുവരേക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ 6 മാസത്തെ വാലിഡിറ്റി, 1 ഇയർ വാലിഡിറ്റി എന്നല്ല. നിങ്ങൾ എപ്പോൾ സെറ്റ് ക്ലിയർ ചെയ്യുന്നോ അതുവരേക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഫീസ് കാര്യങ്ങൾക്കൊക്കെ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഇപ്പോൾ പുറത്താണ് ഞാൻ പഠിച്ചത്, എനിക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈക്വലൻസിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റൊക്കെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ കേരളത്തിന് പുറത്ത് PG ചെയ്ത ആൾക്കാർക്കൊക്കെയും സെറ്റ് പരീക്ഷ എഴുതാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി കേരളത്തിലെ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചതായിരിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് കാര്യമില്ല. കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ് അംഗീകരിച്ച യൂണിവേഴ്സിറ്റീസ് എവിടെയാണെങ്കിലും നിങ്ങൾ പഠിച്ചതാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് വേറെ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. സെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. ഇപ്പോൾ നിലവിൽ അപേക്ഷിക്കാൻ വേണ്ട സർട്ടിഫിക്കറ്റുകൾ ഒന്ന് നോൺ ക്രിമിലിയർ, അല്ലെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെത്, ഡിസബിലിറ്റി ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഡിസബിലിറ്റി പ്രൂവ് ചെയ്യുന്നുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ വേറെ അഡീഷണൽ ആയിട്ട് വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് റിലാക്സേഷനും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പേപ്പർ 1നും പേപ്പർ 2നും 40% വേണം. ടോട്ടലായിട്ട് 48% വേണം. ദെൻ നോൺ ക്രിമിലിയർ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 42% മതിയാവും. ദെൻ മറ്റ് കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ഈച്ച് പേപ്പറിന് 35% മതി. പിന്നെ ഓവറോൾ 40% അങ്ങനെയാണ് വരുന്നത്. സോ ഈ ഒരു നമ്മൾ റിസർവേഷനിൽ പെടുക എന്നുള്ളത് നമ്മുടെ ഓരോ പരീക്ഷ ക്ലിയർ ചെയ്യുന്നതിൽ നല്ലൊരു ഭാഗം വഹിക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ നോൺ ക്രിമിലിയറൊക്കെ ആണെങ്കിൽ എന്തായാലും ആ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുക കേട്ടോ. കാരണം സെറ്റ് എക്സാമൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് കുറച്ചൊരു ടാസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഫിൽറ്ററിങ് പ്രോസസ്സ്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊരു ഫിൽറ്ററിങ് പ്രോസസ്സ് തന്നെയാണ്. കാരണം നമ്മൾ കോഴ്സ് കഴിഞ്ഞു, ഇനി PSC എഴുതണമെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് പാസ്സായാലേ മതിയാവുള്ളൂ. അപ്പോൾ ഇതൊരു ഫിൽറ്ററിങ് പ്രോസസ്സാണ്. ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടത്തി വരുന്നത്.
സോ നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ടഫായിട്ടുള്ളൊരു പരീക്ഷ തന്നെയാണ്. ഇത് സില്ലി ആയിട്ട് കാണരുത്. ഒരുപാട് ആൾക്കാർ 10-15 വർഷമായിട്ടൊക്കെ ഇനിയും സെറ്റ് ക്ലിയർ ചെയ്യാത്ത ആൾക്കാർ ഒരുപാട് നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം സെറ്റ് ക്ലിയർ ചെയ്യാൻ ലേറ്റ് ആവുന്നോ അത്രമാത്രം നിങ്ങൾ PSC എഴുതാനുള്ള സാധ്യതയിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. സോ എത്രയും പെട്ടെന്ന് സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അതിന് നല്ല രീതിയിൽ പഠനം ആവശ്യമാണ്. ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ സപ്പോർട്ട് വേണ്ടവർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. പേപ്പർ 1 ഞാനാണ് എടുക്കുന്നത്, പേപ്പർ 2 ഇംഗ്ലീഷും ഞാനാണ് എടുക്കുന്നത്. ദെൻ ബാക്കി സബ്ജക്റ്റുകൾക്ക് നമ്മൾക്ക് വേറെ ടീച്ചേഴ്സ് ഉണ്ട്. സോ ഇനി എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ചോദിച്ചാൽ മതി കേട്ടോ. താങ്ക് യു.